ശ്രീകുട്ടന് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് ഇപ്പോഴത്തെ റുട്ടീനൊക്കെ ആകെ താളം തെറ്റിയ നിലയിലാണ് കേട്ടോ. എപ്പോഴാണ് ഇരിക്കണേ, എപ്പോഴാണ് കിടക്കണേന്നൊക്കെ ശ്രീകുട്ടന്റെ സമയം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കളിയും ചിരിയും തമാശയായിട്ട് ഇങ്ങനെ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്ന തിരക്കില്ല. എന്നാ പിന്നെ വലിയ കാര്യമായിട്ടുള്ള അടിച്ചുപൊളികൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല താനും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീക്കെൻഡാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ശ്രീയാണ് കേട്ടോ. കുറച്ച് ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ചുറ്റും ഈ വിഷു ആയിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഏരിയ ഒക്കെ ഇങ്ങനെ നമുക്കിവിടെ കൃഷിയും അതുപോലെ തന്നെ മണ്ണ് നല്ല വളക്കൂറുള്ളതായ കാരണം കൊണ്ടും ഒന്ന് മഴ ചാറിയപ്പോഴേക്കും പുല്ലൊക്കെ മുളച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി നീറ്റാക്കി ക്ലീനാക്കി വരികയാണ്. ഇതിൻ്റെ ചുറ്റും നിറയെ പൂക്കളും അതുപോലെ തന്നെ നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഗാർഡനും ഒക്കെ എൻ്റെ വലിയൊരു സ്വപ്നമാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടേക്ക് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് നാളുകളായിട്ട് നമ്മൾ. അങ്ങനെ അടിച്ചു വാരലും പല്ല് തേക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു ദിവസം ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ്. കടയിൽ നിന്ന് പച്ചക്കറി എടുക്കൽ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ. കാരണം ഇപ്പം നമ്മുടെ ഇവിടെ നന്നായിട്ട് പച്ചക്കറികൾ ഉണ്ടാവുന്ന സമയമാണ്. വെണ്ടക്കായും തക്കാളിയും ചീരയും അതുപോലെ വാഴക്കൊടപ്പനും വാഴക്കല്ല എന്നൊക്കെ പറയില്ലേ, ഉണ്ണിപ്പിണ്ടി, ഈ വക സംഭവങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പച്ചക്കറി പുറത്തുനിന്ന് കടയിൽ നിന്ന് എടുക്കലുള്ള പരിപാടിയേ ഇല്ല. എങ്കിലും നമ്മൾ ഇല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ക്യാരറ്റ് ബീട്രൂട്ട് ഈ വക സംഭവങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ചകഞ്ഞെടുക്കാറുള്ളത്. ഇന്നിപ്പോൾ കുറച്ച് വെണ്ടക്കായും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വഴുതനങ്ങയും പിന്നെ നിറയെ ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് ചോപ്പ ചീരയും അത് കിട്ടിയിട്ടോ. പോരുന്ന വഴിക്ക് ഒരു പപ്പകായും കൂടി പൊട്ടിച്ചു. പിന്നെ നമ്മുടെ മൂവാണ്ടമ്മന്ന് മാങ്ങ അങ്ങനെ കൊഴിഞ്ഞു വീണു തുടങ്ങി. ഇതാണ് നമ്മുടെ ഇന്ന് കാലത്ത് പറിച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ പച്ചക്കറികൾ എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ച് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ടാണ് ഇരിക്കണം കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശരിയാണ് കേട്ടോ. ഇന്ന് ഡാൻസിന് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ. പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ കയറാമെന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാണ്. ഇവിടെ ഇപ്പോൾ കൂടുതലും ഈ വക പുതിയ പുതിയ ഇൻവെൻഷനുകളാണ്, കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുല്ലും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂട്ടിയിട്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് വേപ്പിൻ്റെ ഇലയും പിന്നെ ഇഞ്ചിയും പിന്നെ ഒരു കഷ്ണം പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണമല്ല, ഒരു പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉപ്പിട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പുല്ലിൻ്റെ ഒരു പച്ചക്കൂത്തുണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലാണ് എന്തെങ്കിലുമൊക്കെ ഭാഗ്യം പോലും കഴിക്കുള്ളൂ. ശ്രീകുട്ടൻ പിന്നെ ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. എങ്കിലും നമ്മൾ കുറേ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ആളെ കൊണ്ട് ഇവയൊക്കെ ഭക്ഷണങ്ങളൊക്കെ കഴിപ്പിക്കാറുണ്ട് കേട്ടോ. അതായത് ഷട്ടിൽ കളിക്കാൻ അമ്മ ഒന്ന് കൂടെ വരാം, 6 മണി തൊട്ട് 7 മണി വരെ അമ്മ കൂടെ വരാം എന്നൊക്കെ പറയും. അങ്ങനെയാണ് കളിക്കുന്നത്. പിള്ളേരൊപ്പം ചിലവഴിക്കുന്ന സമയം ഭയങ്കര പ്രഷ്യസ് ആണെന്നുള്ള കാര്യം അറിയാഞ്ഞിട്ടല്ല കേട്ടോ. പലപ്പോഴും നമുക്കതിന് പറ്റാറില്ലടാ. എങ്കിലും വൈകുന്നേരം ആ കട്ടിൽ കയറി കിടക്കുന്ന ആ ഒരു കുത്തിമറിച്ചിലുണ്ടല്ലോ, അത് നമ്മൾ മിസ് ചെയ്യാറില്ല കേട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ 3 ഇൻഗ്രീഡിയൻറ്റ് ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കണത്. എന്നിട്ടാണെന്നറിയോ, സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, നമ്മുടെ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. വേറെ പച്ചമുളക് ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ വെറുതെ കടുക് പൊട്ടിച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടേ അതിൽ കുറച്ച് മുളക് പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. അതാണ് ആ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. എല്ലാവരും നമ്മുടെ ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി. ഇതാണ് നമ്മുടെ പുല്ലുദോശ എന്ന് പറയുന്നത്. ഭയങ്കര ഹെൽത്തിയാണ്, നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. പക്ഷെ അങ്ങനെ വലിയ ഗംഭീര രുചിയെന്നൊന്നും പറയാനില്ല. പിന്നെ രുചിയോട് കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത്. മൂവാണ്ടനൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലേ, മൂവാണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള മാവാണ് കേട്ടോ, നമ്മുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മാവ്. അത് പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കും വിത്തൗട്ട് ഷുഗറിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂവാണ്ടൻ നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ചെത്തിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ടിട്ടില്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങും, ചിലപ്പോൾ നമുക്ക് ചുമ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തൊലി ഞാൻ മുമ്പ് തന്നെ അങ്ങോട്ട് ചെത്തി കഴിക്കും. ഇത് കളയാൻ എനിക്ക് മടിയാണ്. കാരണം ആപ്പിളിൻ്റെ ഏറ്റവും രുചിയുള്ള ഒരു പാട്ട് എനിക്ക് തൊലിയായിട്ട്, ഏറ്റവും മധുരമുള്ള പാട്ട് എനിക്ക് അവിടെയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനത് ചെത്തി കഴിക്കും. എന്നിട്ട് ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കും. ഈ 3 ഇൻഗ്രീഡിയൻസ് ഇട്ട് അടിച്ചെടുത്തത് ഒരു ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഓരോ സമയങ്ങളിലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാഗ്യന് ഒട്ടും മധുരം വേണ്ടാത്ത കാരണം കൊണ്ട് അതിൽ നിന്ന് തന്നെയാണ് ഭാഗ്യനും കഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സും കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ലൂസാക്കി എടുക്കും. ഇതാണ് നമ്മൾ കഴിക്കുന്നത്, അതായത് ഞാനും ശ്രീകുട്ടനും കഴിക്കുന്നത്. ഭാഗ്യം കാലത്ത് 7 മണിയാകുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. അതിൻ്റെ ഇടയിൽ അമ്മയുടെ അടുത്ത് നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ പുല്ലുദോശയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയും നല്ല പുളിയും ഉപ്പൊക്കെയുള്ള സൂപ്പർ ചമ്മന്തി അതും കൂട്ടി കഴിച്ച് ആ ഒരു ഗ്ലാസ് ജ്യൂസും കൂടെ കഴിച്ചപ്പോഴേക്കും നമ്മുടെ വയറ് സെറ്റായി.
ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിക്ക് കിടക്കാറെന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ ഒരു ഷൂട്ടിംഗ് മോഡാണ്. ശ്രീജ തന്നെയാണോ ഷൂട്ട് ചെയ്യണേ, ശ്രീജ തന്നെയാണ് എഡിറ്റ് ചെയ്യണേന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. നമ്മുടെ വൺ മാൻ ഷോ ആണ് കേട്ടോ. എല്ലാം ഒറ്റയാൾ പട്ടാളാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ചാനലിൽ പ്രൊമോഷന് കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ ഹിമാലയ ആയാലും അതുപോലെ തന്നെ ഡോക്ടർ ഷെത്തിൻസി ആയാലും പിന്നെ നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് യൂട്യൂബിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊമോഷൻ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചിമാർ പെട്ടെന്ന് ഉടനടി അല്ലെന്ന് എന്താ പറയുക, റീസെൻ്റ് ആയിട്ട് പേജ് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചേച്ചിമാരെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനൽ വഴി പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ചേച്ചിമാർ ഇങ്ങനെ വളർന്നു വരുന്നതിലും അവർ ഇൻഡിപെൻഡൻ്റ് ആവണതിലും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങനെ ഒരു ചേച്ചി എനിക്ക് അയച്ചതാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത് കേട്ടോ. ഇത് കോട്ടൻ്റെ ഒരു സാരിയാണ്. ഞാൻ സാരി ഉടുക്കാൻ പഠിക്കുന്ന കാരണം കൊണ്ടും കഴിഞ്ഞ പ്രാവശ്യം സാരി ഉടുത്തിട്ട് ഒരുപാട് പേര് ശരിയായില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടും ഞാൻ ശ്രീകുട്ടനെ വിളിച്ചിട്ട് ഈ സാരി ഉടുക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് കോട്ടൻ്റെ സാരി ഉടുക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ. എനിക്ക് പട്ട് സാരിയേക്കാൾ നല്ല ഇഷ്ടപ്പെട്ടത് കോട്ടൻ്റെ സാരിയാണ്. ഞാൻ ഇത് ഉടുത്തിട്ട് ഡാൻസിന് പോലും ഇന്ന് പ്രാക്ടീസിന് കയറിയിട്ടോ. അപ്പോൾ നമ്മുടെ മീഷോന്ന് മേടിച്ചിട്ട് 125 130 രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ബ്ലൗസാണുള്ളത്. പൊതുവെ ഞാൻ സാരി ഉടുക്കാത്തതിൻ്റെ കാരണം എൻ്റെ വയറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് അമ്മപ്പാടുണ്ടടാ. എനിക്ക് നല്ല വയറുണ്ടായിരുന്നേ. അപ്പോൾ ഈ സ്ട്രെച്ച് മാർക്ക് ധാരാളം ഉള്ള കാരണം കൊണ്ട് എനിക്കിങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവാണ്. ഇപ്പോൾ സ്ലീവ്ലെസ് ഇടാനായാലും അതുപോലെ തന്നെ ആരും എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഡ്രസ്സ് ഇടാൻ നമ്മുടെ ഇഷ്ടമല്ലേ. പക്ഷേ ഈ ഒരു എന്താ പറയുക, എൻ്റെ ബോഡിക്ക് അത് ചേരണില്ലല്ലോ എന്ന് മാനസികമായിട്ടുള്ള നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അതിൻ്റെ പേരിൽ ഞാൻ ചില ഡ്രസ്സുകളൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നല്ല തടിയുണ്ടല്ലോ. അപ്പോൾ ചില ഡ്രസ്സുകളൊന്നും നമുക്ക് ചേരില്ല. പക്ഷേ ഈ സാരി ഉടുത്ത് വന്നപ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സാരി ഉടുക്കാൻ അറിയുന്ന ഒരാൾ ഉടുത്ത ഒരു ഫീലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ അവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സാരികൾ ധാരാളം കിട്ടും കേട്ടോ. സാരി മാത്രമല്ല, അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളും കിട്ടും. പിന്നെ കുറച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. അതായത് നമുക്ക് ഇതുപോലെ പ്രമോഷനും കുറച്ച് പ്രൊഡക്റ്റുകൾ അയച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഡ്രസ്സൊക്കെ മാറിയതല്ലേ, ഞാൻ പുതിയതായിട്ട് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ കുറച്ച് മലകൾ അണിഞ്ഞ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോയി വരുമ്പോഴേ പുത്തമ്പള്ളിയുടെ അവിടെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെയുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് റീസെൻ്റായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതല്ലേ ഈ ഒരു സീംലെസ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പം അതുണ്ടാക്കാനായിട്ടൊരു മോഹം എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ അൽത്തൂലത്തെ പരിപാടികൾ, കുറച്ച് ക്ഷമ വേണ്ട പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡാണ്. എനിക്കത് ചേരുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡാർക്ക് ഷെയ്ഡുമ്പോൾ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് ടു നമ്മുടെ മാല പരിപാടി. ഇത് നമ്മൾ അവിടെ നിന്ന് 800 രൂപ കൊടുത്ത് മേടിച്ചതാണ്. ഇത്രയും പ്രൊഡക്റ്റിനാണ് 800 രൂപയായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഗിയർ വയർ എന്ന് പറയുക. ഇതുമ്പോഴാണ് നമ്മൾ ആ മാല ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാല ഇൻവിസിബിൾ ആയിട്ട് തോന്നും. സീംലെസ് എന്നല്ല തന്നെ പറയാം, ഇൻവിസിബിൾ ചെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഇൻവിസിബിൾ ചെയിനിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എനിക്കിത് ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹവും ഇടാനുള്ള ഒരു ആഗ്രഹമൊക്കെ ആയിട്ടാണ്. നമ്മുടെ ഇവിടെ കുറേ ചേച്ചിമാരുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ തട്ടിയെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗിയർ വയർ എന്ന് പറയുന്നത്. ഈ ഗിയർ വയറിലാണ് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. 45 രൂപ 50 രൂപയൊക്കെയാണ് ഇങ്ങനത്തെ ഓരോ പീസിന് വില വരുന്നത്. അതായത് ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തിന്. പിന്നെ ഇതിൽ നമ്മൾ ഗിയർ വയറൊക്കെ ഇട്ട് രണ്ട് സൈഡും ഗിയർ ലോക്കർ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ക്ഷമ വേണ്ട പരിപാടിയാണ്, അത്യാവശ്യം ക്രിയേറ്റിവിറ്റി വേണ്ട പരിപാടിയാണ്. ഇത് രണ്ടും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ ആ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അതായത് ഒരു ഡൈവേഷണൽ തെറാപ്പി പോലെയാണ് ഇതൊക്കെ. നമുക്ക് ചെയ്യുമ്പോഴേ കുറച്ച് ഭയങ്കരമായിട്ട് പ്രഷർ വന്നിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഒരു 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 റിലാക്സേഷൻ പോലെ ഫീൽ ചെയ്യും. ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ നെറ്റിപ്പട്ട ഉണ്ടാക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ഭയങ്കര ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ പ്ലയറും പ്ലക്കറും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ടൊക്കെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ ഓരോ പീസിന് ഇതുപോലെ തന്നെ 20, 30 അങ്ങനെ രൂപകൾ, 10, 20 നമുക്ക് ഹോൾസെയിലായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ചെയിനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ വീട്ടിലിരുന്ന് ചേച്ചിമാർക്ക് ഒരു ദിവസം നിങ്ങൾക്കൊരു 20, 25 ടൈപ്പെങ്കിലും ഇതുപോലത്തെ മാലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾ ക്രിയേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. എന്താവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുക എന്നുള്ളതാണ്
ഏറ്റവും നമുക്ക് എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരുപാട് വഴികളുണ്ട് നമ്മുടെ ചുറ്റും. ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരായാൽ കൂടി അവരെ കയ്യിൽ അവർക്കൊരു പേട മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാനോ പൈസ ഉണ്ടാവും. അപ്പോൾ ആ സമയം അവർക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പ്രൗഡ്നെസ് അത് വേറൊന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും കുറേയൊക്കെ സമ്പാദിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. എത്ര നാളാണ് അച്ഛന്റെയും ഭർത്താവിന്റെയും മുമ്പില് മക്കളുടെ മുമ്പിലൊക്കെ കൈ നീട്ടുക അല്ലേ? കുറച്ച് കാശ്. അതായത് ആ ഒരു ദിവസം ഒരു ₹100 നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളതുണ്ടെങ്കിൽ അത് മതിയല്ലോ. നമ്മുടെ ആവശ്യങ്ങൾ അത്രയേ ഉള്ളൂ. അത്ര ഭീകരമായിട്ടുള്ള ആവശ്യങ്ങളൊന്നും നമുക്ക് വരാറില്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഭർത്താവിനോടോ അല്ലെങ്കിൽ മക്കളോടോ ചോദിക്കാതെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് മേടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കണ്ടല്ലോ. അത് വേറൊരു ഫീലിംഗാടാ. ഞാൻ നിങ്ങളെ ഉപദേശിച്ച് ബോറടിപ്പിച്ചതൊന്നും അല്ല ട്ടോ. നമ്മൾ ആ 2 കാലഘട്ടങ്ങളിലും കൂടെ കടന്നു വന്നിട്ടുള്ള കാരണം കൊണ്ടേ അതിന്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന മാല എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമുക്ക് വലിയ ചെലവുകൾ വരുന്നില്ല ട്ടോ. ചെലവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10, ₹100 വരും. അപ്പോൾ നമുക്കൊരു ₹150 ഇങ്ങനെ സെല്ല് ചെയ്യാൻ തോന്നുന്നു. ബിസിനസ്സല്ലേ. അങ്ങനെ നമ്മളുണ്ടാക്കിയ പതക്കമാലയാണിത്. ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാല ട്ടോ. പിന്നെ ഭയങ്കര സിമ്പിളായിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര മിനിമലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ. സാരിയൊക്കെ ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ആ ഒരു ഭാഗം ഒഴിച്ച് നമ്മൾ ഈ ഒരു ലോക്കറ്റിൻ്റെ ഭാഗം മാത്രമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഇതുപോലെ 1 മണിക്കൂർ കൊണ്ടാണ് നമ്മളൊരു 10 മാലയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റ് 15 മിനിറ്റ് ഒരു മാല ഉണ്ടാക്കാൻ സമയം വരുള്ളൂ. ആദ്യത്തെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഈ ഗിയർ വയറൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഗിയർ ലോക്ക് എങ്ങനെയാണ് പ്രസ് ചെയ്യുക എന്നൊക്കെയുള്ളത് തന്നെയാണ് ഒരു ഡൗട്ട് വരുള്ളൂ. വൺസ് അത് നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങാൻ പറ്റും. ഇത് കാശാണ് കേട്ടോ. പച്ചക്കല്ല് വെച്ചിട്ടുള്ള കാശുമാല നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള കാശുമാല ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള ആ ബീഡ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് താമരയാണ് കേട്ടോ. ഇനാമൽ പിടിപ്പിച്ചിട്ടുള്ള താമരകളാണ്. ഇതിങ്ങനെ സീംലെസ് ആവാൻ കാരണം അകലെ അകലെ നമ്മൾ ഇതിൻ്റെ പെൻഡൻറ്റുകൾ കൊടുത്തിട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ദേ കണ്ടോ, ഇതൊക്കെ നമുക്ക് വലിയ ചിലവ് വരുന്നില്ല. ഒരെണ്ണത്തിന് ₹20 വരുന്നുള്ളൂ. ചില സമയത്ത് ഒരെണ്ണത്തിന് ₹6 വരുന്നുള്ളൂ ഓരോ പെൻഡൻറ്റുകളിലും. അതിൻ്റെ വലുപ്പം അനുസരിച്ചും അതിലുള്ള ഡീറ്റെയിലിംഗ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു പ്രൈസ് വേരിയേഷൻ വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഗിയർ വയർ എന്ന് പറയുന്നത് ₹50 ഒരു ഗിയർ വയറിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50 മാല 60 മാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര സിമ്പിളാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ സാരിയുടെ ചേർന്ന് പോകുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നേരിൽ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഡള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ മാലയും അതുപോലെ തന്നെ സാരിയും ഒക്കെ. അപ്പോൾ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ പാഴാക്കണ്ട. ഇതുപോലത്തെ കുഞ്ഞിതും വരെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ പോയിട്ടേ സാരി മാറിയിട്ട് തരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണല്ല ഗാർഡൻ്റെ വേറൊരു സൈഡ് കുറച്ചും കൂടെ വൃത്തിയാക്കാനുണ്ട്. ശ്രീകുട്ട അവിടെ ഇരുന്ന് TV കാണുന്നതിൻ്റെ കോലാണ് കാണുന്നത്. നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ കയറാനുണ്ട്. പിന്നെ ഡാൻസ് ഓൺലൈനിലായിട്ടാണ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനിപ്പോൾ ഡ്രസ്സൊന്നും മാറാൻ സമയമൊന്നുമില്ല.
ഭരതനാട്യം, മോഹിനിയാട്ടം കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുച്ചിപ്പുടിയാണെടാ കുറച്ചും കൂടി ടഫായിട്ടുള്ളത്. ഭയങ്കര ഹെവി ആയിട്ടുള്ള അടവുകളും സ്റ്റെപ്പുകളൊക്കെയാണ്. അപ്പം നമ്മുടെ ശരീരവും മുട്ടും ഒന്നും വളയാത്ത പോലെ ഫീൽ ചെയ്യും. പക്ഷെ ആ സാരി ഉടുത്തിട്ട് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത്. ചെറിയൊരു ഒരു 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 ചായയൊക്കെ ഉണ്ടല്ലോ ഒരു ഡാൻസറുടെയോ അല്ലെങ്കിൽ ഒരു അമ്മയുടെയോ ഒക്കെ സാരി ഉടുക്കുമ്പോൾ നമുക്കൊരു മെച്യൂർ ഫീൽ അതെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. എന്തായാലും കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് ഇനി നമുക്ക് കിച്ചണിൽ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഇതോടുകൂടെ അങ്ങനെ നമ്മൾ കയറുകയാണ്. പക്ഷേ ബഷീർ അതിനകത്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടുണ്ട്. ബഷീറിന്റെ ഭാഷയുണ്ട്. രാഹുൽ മാങ്കൂട്ടം ആൻഡ് രജനീഷ് സാർ അവർ ഇൻ്റർവ്യൂ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കഥകൾ കേട്ട് കുറേ ബോറടിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂകൾ കേട്ടിട്ടാണ് പിന്നെ നമ്മുടെ കിച്ചണിലത്തെ പരിപാടികളൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ കാലത്ത് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങ അതുപോലെ തന്നെ വെണ്ടക്കായ കുഞ്ഞു കുഞ്ഞു വഴുതനങ്ങ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന വഴുതനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉള്ളിലൊട്ടും പുഴു ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആ വെണ്ടക്കായൊക്കെ നന്നായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീര. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കുമല്ലേ ഈ വക സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊരു തോരനോ അല്ലെങ്കിൽ ഒരു ഉപ്പേരിയൊക്കെ കാണുന്നത്. ഇവിടെ അങ്ങനെയാ. നിങ്ങൾക്ക് കാണിച്ചു തരാത്ത ദിവസങ്ങളിൽ ഇവിടെ എന്തൊക്കെ എൻ്റെ കയ്യിൽ കിട്ടണോ അതൊക്കെ ഇട്ടിട്ട് ഞാൻ പല വക കറികളൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു ചേച്ചി വീട്ടിൽ വന്നപ്പോൾ ഇതൊക്കെ കാണിക്കൂ ശ്രീ, ഇതൊക്കെയല്ലേ എല്ലാവർക്കും ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ തനി നാടൻ വിഭവങ്ങളാവാന്ന് വിചാരിച്ചു. ഇതിനെ നമ്മുടെ നാട്ടിൽ കുഞ്ഞിച്ചേമ്പ് എന്നൊക്കെ പറയും. ആ ചേമ്പ് നമ്മളിന്ന് മോരൊഴിച്ച് കറി വെക്കാൻ പോവാണ്. ഇതെല്ലാവരും വെക്കാറുള്ളതാണ് കേട്ടോ. ചേമ്പ് മോരൊഴിച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സാറെ വിരൽ കടിക്കും എന്നാണ് പറയാറുള്ളത്. അപ്പം നമുക്കിതിനെ വൃത്തിയാക്കലൊരു പരിപാടിയാണ്. എന്നാലും വൃത്തിയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ധാരാളം സവോള ഇട്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പേരി വെക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ എന്തോ ഇത്തിരി ഇങ്ങനെ വലിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് വാടി വന്നിട്ടുള്ള സവോള കടിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അതും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചേമ്പിൽ 2-3 പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ കാര്യത്തിലുള്ള ചൊറിച്ചിലൊന്നും ഉണ്ടായില്ല. ചൊറിച്ചിലുള്ള ചേമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പിഴുപുളി പിഴിഞ്ഞൊഴിച്ചാൽ മതി എന്നാണ് അമ്മ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ എന്തായാലും തൈര് ഒഴിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ നമ്മളതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട്, ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ കുത്തുമുളക് മേടിക്കാറേ ഇല്ലടാ. ഇതാണ് ഈ പരിപാടിയുമ്പോഴാണ് കാര്യങ്ങൾ അവസാനിപ്പിക്കാറുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മുടെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ്. നോക്കി നിങ്ങൾ അതിൽ ചീരയുണ്ട്, വെണ്ടക്കായുണ്ട്, പച്ചക്കറികളുടെ രാജാവാണ് നമ്മുടെ ബ്രിഞ്ചാൾ എന്ന് പറയാ വഴുതനങ്ങ. അതുവരെ ഇട്ടിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ്. ബാക്കി വൈകുന്നേരം അത് മാത്രമാണ് കഴിക്കുള്ളൂ. ബാക്കി വന്ന ഉപ്പേരിയൊക്കെ ബാഗിന് കൊണ്ട് കൊടുക്കും, ബാഗിന് അത് കഴിക്കും. ചോറ് കഴിക്കൽ ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. ആ പൊണ്ണത്തടിയും ഗുണ്ടുവയറൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ അത് പാരമ്പര്യമാണെന്ന് തോന്നുന്നു. അച്ഛനൊന്നും ഇങ്ങനെ തടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ പാപ്പന്മാർക്കൊക്കെ തിരിച്ച തടിയുള്ളവരാണ്. ഏറ്റവും ചെറിയ പാപ്പനില്ല കേട്ടോ, ബാക്കിയുള്ള പാപ്പന്മാർക്കൊക്കെ. അപ്പം നമ്മൾ അതിൽ ജീരകവും നാളികേരവും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ഷുഗർ വരാനുള്ളൊരു ടെൻഡൻസി പോലെ ഉണ്ട് ആൾക്ക്. അപ്പോൾ ആള് പറയുന്നത് ഈ മധുരം കിഴങ്ങ് തിന്നിട്ടുണ്ടെങ്കിൽ ഷുഗർ വരില്ല അത്ര. എന്ത് കഴിക്കുമ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ അത് കഴിക്കാൻ പറ്റുമോ ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൊതി വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ റിഗ്രറ്റ് അടിച്ചിരിക്കുന്നതും കാണാം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ. അങ്ങനെ നമ്മൾ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഈ മഞ്ഞപ്പൊടിക്ക് ഒട്ടും മഞ്ഞ നിറയില്ലടാ. ശരിക്കും മഞ്ഞപ്പൊടി അല്ല, ഇത് മഞ്ഞൾപ്പൊടിയാണ്. സത്യത്തിൽ നമുക്ക് മോര് കൂട്ടാനിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയാണ് വേണ്ടത്. കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഒന്ന് കാച്ചി ഒഴിച്ചിട്ടുള്ളത്. അതിനേക്കാളും മുമ്പ് നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. അത് അത് ഒഴിക്കാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ എന്താ മോരുകറി ഉണ്ട്. അതൊക്കെ വെച്ച് വന്നപ്പോഴേക്കും സമയം ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ നാളത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കുറച്ച് എക്സോസ്റ്റഡ് ആവില്ലേ നമ്മളിങ്ങനെ തീരെ എനർജി ഇല്ലാത്ത സമയത്ത്. ഞാൻ ഇവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ നീണ്ടൊന്ന് ശ്വാസം വലിക്കും. ഒരു 10 ശ്വാസം വലിക്കുമ്പോഴേക്കും ഏകദേശം നമ്മളൊന്ന് ഒരു എനർജി മൂഡിലെത്തും. പിന്നെ നമ്മൾ ഇരിക്കുന്ന പരിപാടിയില്ല, നമ്മൾ അടുത്തതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ മടിച്ചു കളിയാവും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് പതുക്കെ അങ്ങോട്ട് തുടങ്ങും. പിന്നെ അത് നിങ്ങളുടെ എനർജിയിലേക്ക് എത്തിക്കോളൂ കേട്ടോ. ഞാൻ
കുറേ നേരം ഈ വലിയ വലിയ സംഭവങ്ങളൊക്കെ എടുത്ത് പൊക്കണ കണ്ടപ്പോൾ ഭാഗ്യം വന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ പൊക്കി തരാമെന്ന്. പക്ഷേ ഒരു പ്രത്യേകം നിങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഷർട്ട് ഇടാത്തതിനെ കളിയാക്കല്ലേ എന്ന്. അപ്പം ഞാൻ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞോ. അപ്പോൾ നമ്മളിവിടുത്തെ ഈ ഒരു കുഞ്ഞെ സംഭവം ഏരിയ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്നൊന്ന് വൃത്തിയാക്കാൻ പോകുന്നത്. പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ തിന്നാം. പന തിന്നിട്ടല്ല, എന്നാലും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ ഡോട്ടഡ് വൈറ്റ് അഗ്ലോണിമ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭംഗി തന്നെ കാണാനില്ല ഇവിടെ ഇരിക്കുന്ന ഗ്രോ ബാഗുകൾ കാരണം. ഈ ഗ്രോ ബാഗിൽ മുഴുവൻ വഴുതനങ്ങയും നമ്മൾ അന്ന് നട്ട പച്ചമുളക് തൈകളാണ്. കുറേയൊക്കെ പോയി, പിന്നെ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി താഴത്ത് നടണം എന്നാണ് ഭാഗ്യൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നാളെ നടാം, ഇന്നിനിപ്പോൾ ഈ നേരമായില്ലേ, ഇവിടെ നമുക്ക് വൃത്തിയാക്കിയിട്ട് പോയി കിടന്നുറങ്ങാം എന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നായിരുന്ന മുറി കൂടി, ഈ ഇലേനെ പറയുന്നതാണ് മുറി കൂടി. ഇതൊരു വയലറ്റ് കളറിലാണ് ഉണ്ടാവുക കേട്ടോ. ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ അങ്ങോട്ട് പടരും. വൈറ്റ് കളറിലൊരു പൂവുണ്ടാവും. ഇത് മുറി വന്നിട്ടുള്ളിടത്ത്, അതായത് മുറിവായിട്ടുള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുറി കൂടി പോകുന്നാണ് പറയണത്. അത്രയും പവറാണ് അത്രേ. പക്ഷെ ഞാൻ എന്നും ഇത് ഇത്ര അധികം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ മറക്കും. ഞാൻ നമ്മുടെ ബെറ്റ്നോവൈറ്റ് അല്ല ബെറ്റാഡിനോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെയാണ് ഓടിപ്പോയി പരട്ടാറുള്ളത്. ചിലപ്പോൾ നമ്മളൊരു നഴ്സായ കാരണം കൊണ്ടായിരിക്കില്ലേ. എന്നാലും ഇവിടെ ചേട്ടന്മാർ പണിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ, പണിയുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഈ വക സാധനം വന്ന് ഉരച്ച് അതിൻ്റെ നീരെടുത്ത് പരട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നേ നമ്മളിവിടെ പെയിൻ്റ് അടിച്ചതാണ്. പക്ഷെ നമ്മൾ വീടിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു ഏരിയയ്ക്ക് നീല കളർ പെയിൻറ് കൊടുക്കണ കാരണം കൊണ്ട് ഇവിടെ നമ്മൾ നീല പെയിൻറ് അടിക്കാൻ പോവാണ്. ഞാൻ നല്ല സ്പീഡിൽ സംസാരിക്കുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങൾ എത്ര കൊല്ലമായി എൻ്റെ കൂടെ കൂടിയിട്ട്? ഈ ഒരു സ്പീഡിൽ പോയില്ലെങ്കിൽ ഒരു 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 ഇമ്പല്യാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് ശ്രീകുട്ടനെ ഏൽപ്പിക്കാം. ശ്രീകുട്ടൻ അതിഗംഭീരമായി ആ ഒരു ഏരിയ നമുക്ക് പെയിൻ്റ് അടിച്ച് തന്നു. അതിൻ്റെ ഇടയിൽ 1-2 പച്ചമുളകുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറിച്ചു കളഞ്ഞില്ല കേട്ടോ. മഴ പെയ്തപ്പോൾ കുരുടിപ്പൊക്കെ മാറിയിട്ട് ചെറിയ ചെറിയ നല്ല ഇലകൾ വരുന്നുണ്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പണ്ട് ശ്രീകുട്ടൻ ഈ വക പരിപാടികൾക്കൊന്നും ഞാൻ വിളിക്കാറില്ലായിരുന്നു. പിള്ളേരല്ലേ, വെക്കേഷൻ അല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കും. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ ഒരു സ്ക്രീൻ ടൈം ഒഴിവാക്കാനായിട്ട് ഈ വക പരിപാടികളിലൊക്കെ അവരെ എൻഗേജ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അവരും അറിയട്ടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെയൊക്കെ പെയിൻ്റ് അടിക്കാൻ അവസരം കിട്ടാത്ത, അല്ലെങ്കിൽ ഈ മണ്ണിനോട് ചേർന്ന് ജീവിക്കാൻ അവസരം കിട്ടാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ചുറ്റിലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ശ്രീകുട്ടൻ ഭയങ്കര ലക്കിയാണല്ലേ. ഈ ഒരു ഏരിയ നമുക്ക് നാളെ സെറ്റാക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അനിയൻ വന്നിട്ട് നമുക്കിവിടെ ഷട്ടിൽ കോട്ട് കെട്ടി ഇവിടം വരെ എത്തിച്ചിട്ടല്ലേ ഉള്ളൂ, ബാക്കിയുള്ള പരിപാടികളൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ അനിയൻ്റെ കൂടെ ചേട്ടനും ശ്രീകുട്ടനും ഒക്കെ കൂടിയിട്ട് വല കെട്ടുന്ന തിരക്കിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഷട്ടിൽ നെറ്റ് കെട്ടുന്ന തിരക്കിലാണ്. അവർ അളവൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പ്രൊഫഷണൽ കളികൾക്കൊന്നും വേണ്ടിയിട്ടല്ല. കുറച്ച് നേരം ഞാൻ കളിക്കും, കുറച്ച് നേരം പിള്ളേർ കളിക്കുന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവിടെ കൂടുതലും നമ്മുടെ ഫാമിലിയിൽ അനിയന്മാരാണുള്ളത്, അനിയത്തികളെക്കാൾ കൂടുതൽ. അപ്പോൾ പിള്ളേരൊക്കെ കൂടി വരുമ്പോൾ എനിക്കും ഒരു വൈബാവും, ശ്രീകുട്ടനൊരു വൈബാവും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. കളി പ്രതീക്ഷിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവർ കളിക്കണതും അതുപോലെ തന്നെ നെറ്റ് കെട്ടണതൊക്കെ കുറച്ച് നേരം നമ്മൾ നോക്കിയിരുന്നു. ഷട്ടിൽ കളിക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു ഉണർവും കിട്ടും, ശാരീരികമായിട്ടും അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ വീട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷട്ടിൽ കോട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിൽ വേണമെന്ന് നമ്മൾ ടർഫ് ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഭാഗ്യം പറയാറുള്ളത്. നമ്മൾ ഷറഫൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ ഈ കാണുന്ന രീതിയിൽ ടർഫൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സെറ്റാക്കാമല്ലോ, നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കാൻ പിള്ളേർക്കൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഒരു ലോക്കൽ സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കളിയും നടത്തി. അവസാനം നമ്മൾ ഇന്നത്തെ ദിവസത്തിനോട് വിട പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത്. അപ്പം നാളെ ഇതിലും നല്ല വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ.